മുന്നിലെ ഗ്ലാസ്സിലിരിക്കുന്ന പാവയ്ക്ക ജ്യൂസ് കണ്ടതും കുട്ടു ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ അതേ അവസ്ഥ. പക്ഷേ കുട്ടുവിന് പകുതി പാവയ്ക്കയായിരുന്നു തിന്നാൻ കിട്ടിയത്. അച്ചുവിന് 2 പാവയ്ക്ക ജ്യൂസ് അടിച്ചതും ഹരി ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി അവൾ മടിച്ചു വാങ്ങി. പിന്നെ കണ്ണും പൂട്ടി അങ്ങ് കുടിച്ചു. പാവം, വാ മൊത്തം കയ്പായി. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയി. കല്ലുവിൻ്റെ കൂടെ ചിന്നു കിടന്നു. കുട്ടുവും നന്ദവും ഹരിയും ഒരു മുറിയിൽ കിടന്നു. വാ കയ്പ് കാരണം അച്ചു പഞ്ചസാര വായിലിട്ടുകൊണ്ട് മുറിയിലേക്ക് പോയി. പക്ഷേ കയ്പ് കുറഞ്ഞില്ല. കാശി മുറിയിലേക്ക് വരുമ്പോൾ പഞ്ചസാര പാത്രം കയ്യിൽ പിടിച്ച് അതിൽ നിന്നും ഓരോ സ്പൂൺ എടുത്ത് തിന്നുന്നവളെ നോക്കി. ഡീ പെണ്ണെ, മതി, പഞ്ചസാര തീരും. പോ കാശിയേട്ടാ, കയ്പ് മാറുന്നില്ല. ചോക്ലേറ്റ് ഉണ്ടോ? ചോക്ലേറ്റ് ഒന്നുമില്ല. പിന്നെ ഈ കയ്പ് എങ്ങനെ മാറും? അവൾ ചുണ്ടു പിളർത്തി അവനോട് പറഞ്ഞു. കയ്പ് മാറ്റിത്തരാം ഞാൻ, പക്ഷേ നീ സമ്മതിക്കണം. ഓ, സമ്മതം എന്താണേലും താ, ഇതൊന്ന് മാറി. അവൾ പറഞ്ഞു മുഴുമിപ്പിക്കും മുന്നേ അവളുടെ ചുണ്ടുകളെ അവൻ കവർന്നു. അച്ചുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. പൂമ്പാറ്റ പൂവിലെ തേൻ നുകരും പോലെ അവളുടെ ചുണ്ടുകളെയും നുണഞ്ഞുകൊണ്ടേയിരുന്നു. പഞ്ചസാരയുടെ മധുരവും പാവയ്ക്കയുടെ കയ്പും അവനിലേക്കൊഴുകി. അവൻ ഏറ്റെടുത്ത ചുംബനം പതിയെ അവളും ഏറ്റെടുത്തു. അവൾ പോലും അറിയാതെ അവൻ്റെ ആ ചുംബന ലഹരിയിൽ അവളും അടിമപ്പെട്ടു പോയി. കിളി പോയി നിൽക്കുന്നവളെ അവൻ കള്ളച്ചിരിയാലെ പൊക്കിയെടുത്ത് ബെഡിൽ കിടത്തി. കൂടെ അവനും അവളെ ചേർത്ത് പിടിച്ചു. പതിയെ ഇരുവരും കഴിഞ്ഞുപോയ സുന്ദര നിമിഷങ്ങളിലൂടെ മയങ്ങിപ്പോയി. അടുത്ത പുലരി അവൾക്കായി കാത്തിരിക്കുന്ന വേദന എന്താണെന്നറിയാതെ കാശിയുടെ വീട്ടിലെല്ലാവരും സുഖനിദ്രയിലായി. പിറ്റേന്ന് രാവിലെ എന്നത്തെയും പോലെ അച്ചു കോളേജിലേക്കും കാശി പറമ്പിലേക്കും പോയി. ചിന്നു കല്ലുവിൻ്റെ കൂടെ നിന്നു. നന്ദൻ കുറെ നിർബന്ധിച്ചു കൂടെ കൂട്ടാൻ. പക്ഷേ ചിന്നുവിന് കല്ലുവിനെ വലിയ കാര്യമായിരുന്നു. ദേവിയമ്മ അവർക്ക് കൂട്ടുനിരുന്നോളാമെന്ന് പറഞ്ഞു നന്ദനും കാശിയും അവരവരുടെ ജോലിക്ക് പോയത്. ചിന്നുവിൻ്റെ കൂടെ ഓരോന്നും പറഞ്ഞിരുന്ന് കളിച്ചു കൊണ്ടിരിക്കുകയാണ് കല്ലു. ദേവിയമ്മ അടുക്കളയിലുമായിരുന്നു. പെട്ടെന്ന് കല്ലുവിന് വയറിൽ വേദന അനുഭവപ്പെട്ടു. അവൾ വയറിൽ കൈവച്ച് കരഞ്ഞുപോയി. വേദന അതികഠിനമായതും അമ്മയെന്ന് അവൾ നിലവിളിയോടെ കരഞ്ഞു. ചിന്നു അവൾ കരയുന്നത് കണ്ടതും പേടിച്ച് കരയാൻ തുടങ്ങി. കല്ലുവിൻ്റെ ഒച്ച കേട്ട് ഓടി വന്ന ദേവിയമ്മ കാണുന്നത് വയറിൽ കൈവച്ച് നിലവിളിച്ച് കരയുന്ന കല്ലുവിനെയാണ്. അയ്യോ മോളെ, എന്തു പറ്റി? ദേവി ആവലാതിയോടെ ചോദിച്ചു. അമ്മേ, എനിക്ക് പറ്റുന്നില്ല, വേദനിക്കുന്നു, അവൾ വേദനയോടെ പറഞ്ഞു. വയറിൽ ഇരുകൈയും പൊത്തിപ്പിടിച്ചു. ചിന്നു ആകെ പേടിച്ച് കരച്ചിലായി. ദേവി വേഗം തന്നെ ഫോണെടുത്ത് കാശിയെ വിളിച്ചു പറഞ്ഞു. അവൻ വേഗം ഓടിയെത്തിയതും കരഞ്ഞു തളർച്ചയോടെ വയറും പൊതിഞ്ഞിരിക്കുന്നവളെയാണ് കണ്ടത്. മോനെ കാശി, വണ്ടിയെടുക്ക്, ദേവി പറഞ്ഞതും അവൻ വേഗം കാറെടുത്ത് മുന്നിലേക്ക് വന്നു. അവനിറങ്ങി അവളെ എടുത്ത് കാറിൽ കയറ്റി. ദേവി ചിന്നുവിനെയും എടുത്ത് കല്ലുവിൻ്റെ അരികിലായിരുന്നു. കാശി വണ്ടി ആശുപത്രിയിലേക്ക് എടുത്തു. നിമിഷങ്ങൾക്കകം അവർ ആശുപത്രിയിലെത്തിയിരുന്നു. അവളെ വേഗം തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി. അവർ കാര്യങ്ങൾ പറഞ്ഞതും അവളെ ലേബർ റൂമിലേക്ക് മാറ്റി. അതിനു മുന്നിൽ പേടിയോടെ ഇരുവരും നിന്നു. ഒപ്പം കല്ലുവിന് എന്തു പറ്റിയെന്നറിയാതെ അവളുടെ കരച്ചിൽ കണ്ട് സഹിക്കാനാവാതെ ചിന്നുവും കരഞ്ഞോട് കാശിയുടെ തോളിൽ കിടന്നു. സമയം കടന്നു പൊക്കോണ്ടേയിരുന്നു. കാശി വിളിച്ചു പറഞ്ഞതിൽ പ്രകാരം നന്ദനും ഹരിയും ഒപ്പം അച്ചുവും ലച്ചുവും ഉണ്ടായിരുന്നു. ലേബർ റൂമിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ നന്ദൻ്റെ അരികിലേക്ക് ചെന്നു. സോറി, അബോഷനായി. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ നേരിയ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അബോഷനായതിൻ്റെ ലക്ഷണമായിരുന്നു അത്. ചിലർക്ക് ഇങ്ങനെ ഉണ്ടാകും, അതോർത്ത് സങ്കടപ്പെടേണ്ട. ഇനിയും നോക്കാമല്ലോ. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല കല്യാണിക്ക്. നല്ല മയക്കത്തിലാണ്. 3-4 ദിവസത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടാകും. അതുപോലെ നല്ല കെയറിങ്ങും വേണം. താങ്കളുടെ സപ്പോർട്ട് വേണം. ഭർത്താവിൻ്റെ സമീപനം സപ്പോർട്ടിങ്ങും ഈ സമയത്ത് വേണം. അവൾക്കൊരു ഊർജമാകും അത്. രാത്രിയാകുമ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. താൻ വേണം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ. ഓക്കെ? ഓക്കെ ഡോക്ടർ, ശ്രദ്ധിച്ചോളാം. ഡോക്ടർ പോയതും എല്ലാവരിലും സങ്കടമായി. അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കാശിയുടെ അരികിലേക്ക് ചെന്നിരുന്നു. അവളുടെ മനസ്സിലെ വേദന മനസ്സിലാക്കി അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്നില്ല. ഹസ്ബൻഡും അമ്മയും മാത്രം നിന്നാൽ മതി. റൂമിൽ 2 പേരെ മാത്രമേ നിർത്തുകയുള്ളൂ. അവിടേക്ക് വന്ന നഴ്സ് പറഞ്ഞുകൊണ്ട് പോയി. കാശി, നീ ഇവരെയും കൊണ്ട് വീട്ടിലേക്ക് പൊക്കോ. ഞാനും ദേവിയമ്മയും നിന്നോളാം. ചിന്നുവിനിങ്ങോ തന്നേക്ക്. ഞാൻ നിൽക്കാം നന്ദ, കാശി പറഞ്ഞു. വേണ്ട, അന്ന് ഡോക്ടറോട് ഞാനാണ് ഭർത്താവെന്ന് പറഞ്ഞത്. ഇനി അത് തിരുത്താനൊന്നും നിൽക്കണ്ട. പിന്നെ ദേവിയമ്മയുണ്ടല്ലോ.
നീ ടെൻഷൻ ആകേണ്ട, അവളെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. അങ്ങനെ എല്ലാവരും പോകാൻ നിന്നു. മനസ്സില്ലാ മനസ്സോടെ അച്ചുവും അവരുടെ കൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ കാശി ഉണ്ണിയച്ഛനോട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. ഹാളിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നവരുടെ അരികിലേക്ക് കാശി ചെന്നു. എന്താ അച്ചു നീ ആലോചിക്കുന്നേ? അത് ജാനിയമ്മയെ അറിയിക്കണ്ടേ? അവൾ ഒളിച്ചോടി വന്നതല്ലേ. അമ്മയെ അറിയിക്കാൻ ഞാൻ നമ്പർ തരാം, വിളിക്കാം. അച്ചു അത് വിളിച്ചാൽ എടുക്കില്ല. എടുക്കും, എൻ്റെ നമ്പർ കണ്ടാൽ എടുക്കും. എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. വിളിച്ചാലും എടുക്കാത്തത്രയും ദൂരെയാണ് നിൻ്റെ ജാനിയമ്മ. കാശിയേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? സംശയത്തോടെ അവനെ അച്ചു നോക്കി. ജാനിയമ്മ മരിച്ചു. നിന്റെ ജാനിയമ്മ ജീവനോടെ ഇപ്പം ഇല്ല. കല്ലു അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ. നോ, ഞാൻ വിശ്വസിക്കില്ലത്. നുണ പറയാ. സത്യമോളെ പറഞ്ഞത്. നിന്റെ കല്ലു തന്നെ ഞങ്ങളോടിത് പറഞ്ഞത്. അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവനെ വേദനിപ്പിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ കാശിയേട്ട. അവസാനായി ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. അമ്മ തന്നെയായിരുന്നു എനിക്ക്. ഒന്നും അറിഞ്ഞില്ല. അവൾ കരച്ചിലിനിടയിലൂടെ അവനോടായി പറഞ്ഞു. മതി കുഞ്ഞെ കരഞ്ഞത്. ദേ നോക്കിക്കേ, ഈ കണ്ണുകൾ നിറഞ്ഞാലേ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അത് പറഞ്ഞ് കണ്ണൊക്കെ തുടച്ചു കൊടുത്തു അവൻ. അവൾ ഒന്നൊക്കെ ആയതും അവനെ നോക്കി. ഞാനൊരു കാര്യം കൂടി ചോദിച്ചാൽ പറയാമോ? എന്താ? അത് അവൾ ഈ അവസ്ഥയിലാക്കിയതാരാ? ആ തറവാട്ടിലുള്ള ഒരാളല്ലേ? നിന്റെ ഏട്ടനാണ്. അവൻ അവളെ നോക്കാതെ പറഞ്ഞതും അവൾ ഞെട്ടി. ഏട്ടനോ? അതെ, നിന്റെ ഏട്ടൻ തന്നെയാണ്. അവനാണ് അവളെ ഗർഭിണിയാക്കിയത്. അത് കളയാൻ പ്ലാൻ ചെയ്തു. അന്ന് തന്നെ അവൾ അവിടെ നിന്നിറങ്ങി. കുരുന്ന് ജീവന്റെ രക്ഷിക്കാനായി. ഒപ്പം തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനും തൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കാനും വേണ്ടി അവൾ ഈ നാട്ടിലേക്ക് വന്നത്. ഇത്രയും നീചനാണോ എൻ്റെ ഏട്ടൻ? അവൾ വെറുപ്പോടെ പറഞ്ഞു. നിന്റെ ഏട്ടൻ മാത്രമല്ല, നിന്റെ മുത്തശ്ശിയും. അതെ, അവർക്കറിയാം ഈ കാര്യം. നിന്റെ ജാനിയമ്മയുടെ മരണത്തിനും കാരണം നിന്റെ ഏട്ടനാണ്. മരിക്കുന്നതിന് മുന്നേ അവർ കല്ലവിനോട് കാര്യങ്ങൾ പറഞ്ഞു. നിന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞു. അമ്മയ്ക്കറിയാമായിരുന്നു നിന്റെ ഏട്ടൻ കല്ലവിനോട് ചെയ്ത ക്രൂരത. അവളെ അവൻ മുതലെടുത്തു. ഛേ, എൻ്റെ ജാനിയമ്മയെ കൊല്ലാൻ കാരണം ഏട്ടനാണെങ്കിൽ വെറുതെ വിടില്ല ഞാൻ. കൊല്ലും ഞാൻ. ചേട്ടനാണെന്ന് പറയാൻ തന്നെ വെറുപ്പ് തോന്നുന്നു. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പം കല്ലുവിനെ ശ്രദ്ധിക്കണം. അവളുടെ ആരോഗ്യമാണ് വലുത്. വാ, ഫുഡ് കഴിച്ചുറങ്ങാം. നാളെ രാവിലെ നമുക്ക് ഹോസ്പിറ്റൽ പോയി അവളെ കാണാം. വിഷമത്തോടെ മൂളി അവൾ. ഇനിയും സങ്കടപ്പെട്ടിരിക്കാതെ. എൻ്റെ കൊച്ചിൻ്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും. എൻ്റെ ഭാര്യയല്ലേ, ഒന്ന് ചിരിച്ചേ. അവൾ അവനെ നോക്കി പതിയെ പുഞ്ചിരിച്ചതും അവൻ അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് അവർ ഇരുവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു. എന്നാൽ ഇതേ സമയം എല്ലാം അറിഞ്ഞവൾ ആ മുറിയിൽ കിടന്നു കണ്ണുനീർ വാർത്തു കരഞ്ഞു. ദേവിയമ്മ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കരച്ചിൽ നിന്നില്ല. എന്നാൽ ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ ആ കുഞ്ഞോമൻ അവളുടെ അരികിലായി വന്നിരുന്നു. ഇരുമിഴികളും തുടച്ചു കൊടുത്തു. കരയണ്ടാട്ടോ കല്ലുമ്മേ, വാവ വരൂട്ടോ. ഇപ്പൊ ഞാനില്ലേ അമ്മയ്ക്ക് വാവയായിട്ട്. കല്ലുമ്മ കരയുമ്പോൾ ചിന്നോട്ടിക്കും സങ്കടാവുക. അവൾ വിതുമ്പി പറഞ്ഞതും കല്ലു അവളെ ചേർത്ത് പിടിച്ച് മുഖമാകെ മുത്തി. ഇത് കണ്ടു നിന്നവരുടെ മിഴികളും നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ കാശിയും അച്ചുവും കല്ലുവിനെ കാണാൻ വന്നു. രാവിലെ അവൾക്കുള്ള ഫുഡും ഉച്ചത്തേക്കുള്ളതും കൊണ്ട് അവർ വന്നത്. എന്തിനാ മോളെ നീ രാവിലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ദേവി അച്ചുവിനെ തലോടിക്കൊണ്ട് ചോദിച്ചു. അത് സാരമില്ല ദേവിയമ്മേ, ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. കാശിയേട്ടനും സഹായിച്ചു. അതമ്മയ്ക്കറിയാം, അവൻ നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യിക്കില്ലെന്ന്. അവർ ചിരിയോടെ പറഞ്ഞു. നന്ദൻ എവിടെ അമ്മേ? കാശി ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ വീട് വരെ പോയേക്കുക, ചിന്നുവൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ. എന്തായാലും 4 ദിവസം കിടക്കേണ്ടി വരും. നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അടുത്തോളാൻ അച്ചുവിനോട് ഞാൻ വിളിച്ചു പറഞ്ഞത്. ഡോക്ടർ വന്നില്ലല്ലോ? ഇല്ല, വരാൻ സമയമായിട്ടുണ്ട്. അച്ചു കഴിക്കാനുള്ളതെടുത്ത് ദേവിയമ്മയ്ക്കും കല്ലുവിനും കൊടുത്തു. ചിന്നു ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. കല്ലുവിനെ നോക്കി അച്ചുവിന് സമാധാനം തോന്നിയത് അവളുടെ മുഖത്തെ പ്രസന്നത കണ്ടാണ്. ചായ കുടി കഴിഞ്ഞതും ഡോക്ടർ വന്നു. ചിന്നു ദേവിയമ്മയുടെ കയ്യിലായിരുന്നു. ഡോക്ടർ വന്ന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. ഡോക്ടർ വന്ന് പോയതും കാശി മുറിയിലേക്ക് കയറി. ചിന്നു കാശിയെ കണ്ടതും ചിണുങ്ങിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. പെണ്ണിന് കല്ലുവിൻ്റെ കയ്യിലെ ക്യാനുലയൊക്കെ കണ്ടിട്ട് സങ്കടമാണ്. കാച്ചിമാമ,
എന്തിനാ കല്ലുമ്മയുടെ കയ്യിൽ സൂചി കുത്തിയേക്കുന്നേ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അതോ, കല്ലുമ്മയ്ക്ക് പാടില്ല. അസുഖം മാറുമ്പേ അത് മാറ്റൂട്ടോ. മാമൻ്റെ മോള് കരയണ്ട. അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. അപ്പോഴാണ് നന്ദൻ വന്നത്. ഡോക്ടർ വന്നോ കാശി? അകത്തേക്ക് കയറിയ നന്ദൻ ചോദിച്ചു. വന്നു, ഇപ്പോൾ പോയതേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കൂടി മരുന്നുണ്ട്, അത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചായിരുന്നോ? ഇവിടെ ഉള്ളവരൊക്കെ കഴിച്ചു, നീ കഴിക്ക്. അച്ഛൻ നന്ദുവിന് എടുത്തു കൊടുക്ക് ചായ, കാശി പറഞ്ഞു. ഞാൻ എടുത്തോളാം അച്ചു, മോൾ അവിടെ ഇരുന്നു. നന്ദൻ അച്ചുവിനോടായി പറഞ്ഞുകൊണ്ട് തനിക്ക് എടുത്തു. അവൾ നന്ദനെ നോക്കി. ഇന്നത്തെ കാലത്ത് ആരും ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളാണ് നന്ദൻ കല്ലുവിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അച്ചുവിന് നന്ദൻ എന്ന് തൻ്റെ ആങ്ങളയോട് ബഹുമാനം തോന്നിപ്പോയി ആ നിമിഷം. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നതിനു ശേഷം കാശിയും നന്ദനും പുറത്തേക്ക് പോയി. അച്ചു, നീ എന്താ കോളേജിൽ പോകാതിരുന്നേ? കല്ലു അവളോട് ചോദിച്ചു. നീ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പോകുന്നേ? അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. നാളെ തൊട്ട് മോള് പൊക്കോ പഠിക്കാൻ. അല്ലേലും ആൻറ്റിക്ക് മടിയാ, ഏത് നേരവും കാച്ചിയേട്ടാന്ന് പറഞ്ഞ് മാമന് ചൊയ്യം കൊടുക്കില്ല. അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. ഓ, വന്നേക്കൊന്നൊരു മാമനും മോളും, അച്ചു ചുണ്ടുകൂട്ടി പറഞ്ഞു. ചിന്നുവുമായി പിന്നെ അവിടെ അടിയായിരുന്നു അച്ചു. കല്ലു അതൊക്കെ ആസ്വദിച്ചു. ചിന്നുവിനെ കല്ലുവിന് വല്ലാത്തൊരിഷ്ടമാണ്, എന്തോ ഒന്ന് അവരെ ഒരുമിപ്പിക്കുന്നത് പോലെ. കാശിയും നന്ദനും തിരികെ വന്നതും അച്ചുവിനെ കൂട്ടി കാശി ഇറങ്ങി. നാളെ രാവിലെ ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരേണ്ട എന്ന് ദേവിയമ്മ പറഞ്ഞു വിട്ടു. അവർ പോയതും ചിന്നു കല്ലുവിൻ്റെ അരികിലായി കിടന്നു. ഒരമ്മക്കിളി തൻ്റെ കുഞ്ഞിനെ ചിറകിനടിയിൽ പൊതിഞ്ഞു പിടിക്കും പോലെ അവൾ ചിന്നുവിനെ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു കിടന്നു. ഇതേ സമയം അശ്വതിയെ നേടാനായി വന്നവൻ അവൻ്റെ കൂട്ടാളിയെയും കൂട്ടി പ്ലാനിങ്ങിലാണ്. അപ്പോൾ താനാണ് ബ്രോക്കർ. നമ്മൾ അവിടെ ചെല്ലുന്നു, കാര്യങ്ങൾ പറഞ്ഞവരെ എങ്ങനെയെങ്കിലും ഇതിന് സമ്മതിപ്പിക്കണം. അവളെയും കൊണ്ടല്ലാതെ അങ്ങോട്ട് ചെന്നാൽ ആദ്യം പിന്നെ നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. ആ സാർ പേടിക്കാതെ, അവളെ നമ്മുടെ ഒപ്പം കൊണ്ടുപോവാനല്ലേ നമ്മൾ വന്നേക്കുന്നത്. അവിടെ ചെന്ന് സംസാരിച്ചെല്ലാം ശരിയാക്കിയിരിക്കും. പേടിക്കാതിരിക്കുന്നേ. അവളുടെ ചേട്ടനിലെ കൂടെയുള്ളവൻ ആയിരിക്കും. അവിടെ അവളുടെ വല്യമാമയും അയാളുടെ ഭാര്യയും മകനും മകളുമാണുള്ളത്. അന്ന് നമ്മൾ അവളുടെ കൂടെ കണ്ടത് അവളുടെ ചേട്ടനായിരിക്കും. ഒന്നുകൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നാളെ അവളുടെ വീട്ടിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചു. അതും കാശിയുടെ വീട്ടിലേക്ക്. എത്ര നാളായി എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്, അമ്മയെപ്പോലും കാണാൻ വരാതായിരിക്കുന്നു. ആ സ്ത്രീപദം പറഞ്ഞു കരഞ്ഞു. അമ്മ എന്തിനെങ്ങനെ കരയുന്നേ? ഇറക്കി വിടുമ്പോൾ ആലോചിക്കണമായിരുന്നു. അതെങ്ങനെയാ? ഏട്ടൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും ആരും കൂട്ടാക്കിയില്ല. മനസ്സ് വിഷമിച്ചിട്ട് തന്നെയാ ഇവിടുന്ന് പടിയിറങ്ങി പോയതും. തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞിട്ടും ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കിയില്ലല്ലോ അച്ഛൻ. വാശിയല്ലേ? അതെ, അച്ഛൻ്റെ മകനാണ്. അപ്പോൾ വാശിക്ക് കുറവൊന്നും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട മുത്തശ്ശി വിളിച്ചാലേ വരും, ഉറപ്പാ. മുത്തശ്ശിയുടെ പിറന്നാളല്ലേ വരുന്നത്, വരാതിരിക്കില്ല. എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതി. ആ അമ്മ തൻ്റെ മകനെ ഓർത്ത് കണ്ണുനീർ വാർത്തു. ഇരുവരും സംസാരിക്കുന്നത് കേട്ട് അകത്തേക്ക് പോയ ആളിൻ്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. വരട്ടെ, അവൻ വന്നിട്ട് വേണം ചിലതൊക്കെ നടത്താൻ, അയാൾ പിറുപിറുത്തു. രാത്രിയായതും കാശി മുറിയിലേക്ക് ചെന്നു. അവിടെ ഒരാൾ ഭയങ്കര ആലോചനയിലാണ്. നീ എന്തീ ആലോചിക്കുന്നേ? ഏയ്, നാളെ പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല, പോകണം. പെണ്ണ് വന്ന് മടിച്ചയായി തുടങ്ങി. ഓ തമ്പ്ര, അടിയൻ പൊക്കോളാം. പോയാലേ നല്ല ചുള്ളൻ ചെക്കന്മാരെ നോക്കി നടക്കാം. അവൾ ഇടം കണ്ണിട്ട് കാശിയെ നോക്കി പറഞ്ഞു. നോക്കിക്കോ, അതിന് എനിക്കെന്താ മോളെ, നിന്റെ കണ്ണ് നീ നോക്കുന്നു, അല്ല പിന്നെ. അത് കൊള്ളാം. ഞാൻ ചെറുക്കന്മാരെ വായി നോക്കി നടക്കുന്നതിൽ ഒരു അസൂയയും കുശുമ്പും ഇല്ലേ? ഇല്ല. അതെന്താ? അതിന് തിരിച്ച് നിന്നെ ആരെങ്കിലും നോക്കിയിട്ട് വേണ്ടേ? ഈ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്നവളെയൊക്കെ ആര് നോക്കാൻ? ഓ അപമാനം, അതും സൗന്ദര്യത്തെ. അതുമാത്രം ഈ അച്ചു സഹിക്കില്ല. നോക്കിക്കോ, ഇതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും. നേരെ ചൊവ്വെ നോക്കേണ്ട പോലെ നോക്കിയെങ്കിലേ മോളിപ്പോ ഇങ്ങനെ നടക്കില്ല, വയറും വേർപ്പിച്ച് നടന്നേനെ. അവൻ പിറുപിറുത്തു. എന്തേലും പറഞ്ഞോ? അടിയനൊന്നും പറഞ്ഞില്ലായേ. വന്ന് കിടക്കാമോ ഐശ്വര്യ റായി? അച്ചു വന്ന് കിടന്നതും കാശി ലൈറ്റ് ഓഫ് ചെയ്തു. കുറച്ച് കഴിഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ കയറി കിടന്നു. അവളെ പൊതിഞ്ഞു പിടിച്ച് അവനും പുഞ്ചിരിയോടെ മയങ്ങി.